ഈ ഒരു ചോദ്യത്തിന്റെ സൊല്യൂഷനിലേക്ക് പോകാനായിട്ട് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കംപ്രഷൻ റേഷ്യോ എന്താണ് എന്നതിനെ പറ്റി നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടായി. 2012 നടന്ന RRB സീനിയർ സെക്ഷൻ എഞ്ചിനീയർ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. An engine has a clearance volume of clearance ratio. ഇത് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ സി ആണ്. ക്ലിയറൻസ് റേഷ്യോ. ഇനി നമുക്കറിയാം ഐസോബാറിക് അല്ലെങ്കിൽ ഐസോപീസ്റ്റിക് പ്രോസസ് ഗവേൺ ചെയ്യുന്ന ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് അത്? ഇമ്പോർട്ടന്റ് ആണ്. പെർഫെക്റ്റ് ഗ്യാസ് ലോ, ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗേലുസാക് ലോയിലെ ഒക്കെ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഷുഡ് ബി ഇൻ കെൽവിൻ ആയിരിക്കണം എന്നുള്ളത്. വെൽക്കം ഓൾ ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ RRB JEE SSC JEE പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോ സെഷനിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1, IC എഞ്ചിൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് RRB JEE SSC JEE എക്സാമുകൾക്കൊക്കെ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചോദ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ RRB JEE ബാംഗ്ലൂർ RRB SSC സീനിയർ സെക്ഷൻ എഞ്ചിനീയർ എക്സാമിന്, അതായത് 2012 നടന്ന RRB സീനിയർ സെക്ഷൻ എഞ്ചിനീയർ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. An engine has a clearance volume of 100 centimeter cube and a septic volume of 800 centimeter cube. The compression ratio is option A 7:1, option B 8:1, option C 9:1, option D 10:1. അപ്പോൾ നമുക്ക് IC എഞ്ചിനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. അല്ലേ? നമ്മൾ പഠിക്കുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ്. ഈ ഒരു ചോദ്യത്തിന്റെ സൊല്യൂഷനിലേക്ക് പോകാനായിട്ട് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കംപ്രഷൻ റേഷ്യോ എന്താണ് എന്നതിനെ പറ്റി നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. കംപ്രഷൻ റേഷ്യോ നമ്മൾ നോർമലി ഡിനോട്ട് ചെയ്യുന്നത് R എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. അല്ലെ? അതിന്റെ ഡെഫിനിഷൻ എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ സിലിണ്ടർ വോളിയം ടു ക്ലിയറൻസ് വോളിയം. ടോട്ടൽ സിലിണ്ടർ വോളിയവും ക്ലിയറൻസ് വോളിയവും തമ്മിലുള്ള റേഷ്യോയെ നമ്മൾ പറയുന്ന പേരാണ് കംപ്രഷൻ റേഷ്യോ. നോട്ട് ചെയ്തേക്കാം. കംപ്രഷൻ റേഷ്യോ ഇസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ സിലിണ്ടർ വോളിയം ടു ക്ലിയറൻസ് വോളിയം. അപ്പൊ ടോട്ടൽ സിലിണ്ടർ വോളിയം എന്ന് പറയുമ്പോൾ നമുക്ക് ഡൗട്ട് ആണ്. ടോട്ടൽ സിലിണ്ടർ വോളിയം എന്ന് പറയുന്നത് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ഒരു സിലിണ്ടറിന്റെ ടോട്ടൽ വോളിയം എന്ന് പറയുമ്പോൾ ആ സിലിണ്ടറിന്റെ ക്ലിയറൻസ് വോളിയവും സെപ്റ്റ് വോളിയവും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു സിലിണ്ടറിന്റെ ടോട്ടൽ വോളിയം നമുക്ക് കിട്ടുന്നത്. ക്ലിയറൻസ് വോളിയവും സെപ്റ്റ് വോളിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിസ്റ്റൺ സ്വൈപ്പ് ചെയ്യുന്ന വോളിയം. അല്ലെ? നമുക്കറിയാം ടോപ്പ് ഡെഡ് സെന്റർ, വെർട്ടിക്കൽ എഞ്ചിന്റെ കേസിൽ പിസ്റ്റൺ സ്വൈപ്പ് ചെയ്യുന്നത് ടോപ്പ് ഡെഡ് സെന്റർ മുതൽ ബോട്ടം ഡെഡ് സെന്റർ വരെ. അല്ലെ? അപ്പൊ ആ പിസ്റ്റൺ സ്വൈപ്പ് ചെയ്യുന്ന ആ ഒരു വോളിയത്തിനെ നമ്മൾ പറയുന്ന പേരാണ് സെപ്റ്റ് വോളിയം. അല്ലെ? അല്ലെങ്കിൽ നമ്മൾ സ്ട്രോക്ക് വോളിയം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ ക്ലിയറൻസ് വോളിയത്തിന്റെയും സ്ട്രോക്ക് വോളിയത്തിന്റെയും സമ്മേഷൻ ആണ് ഒരു സിലിണ്ടറിന്റെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്. സോ R is equal to, നമ്മൾ എങ്ങനെ എഴുതുന്നു? ടോട്ടൽ സിലിണ്ടർ വോളിയത്തിന് നമുക്ക് എങ്ങനെ എഴുതാം? ക്ലിയറൻസ് വോളിയം പ്ലസ് സെറ്റ് വോളിയം, അല്ലെ? ഡിവൈഡഡ് ബൈ എന്താണ്? ക്ലിയറൻസ് വോളിയം. സോ നമുക്ക് ഇക്വേഷൻ കിട്ടി. വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ ആ ഇക്വേഷൻ മേക്ക് ചെയ്തു. കംപ്രഷൻ റേഷ്യോ ഈസ് ഈക്വൽ ടു ക്ലിയറൻസ് വോളിയം പ്ലസ് സെറ്റ് വോളിയം ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് വോളിയം. ഇനി നമുക്ക് ക്വസ്റ്റിനിലേക്ക് വരാം. ഈ ക്വസ്റ്റിനിൽ അവർ ക്ലിയറൻസ് വോളിയം പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? ക്ലിയറൻസ് വോളിയം നമുക്ക് തന്നിരിക്കുന്നത് 100 സെന്റിമീറ്റർ ക്യൂബ് ആണ്. സെപ്റ്റ് വോളിയം നമുക്ക് തന്നിരിക്കുന്നത് 800 സെന്റിമീറ്റർ ക്യൂബ് ആണ്. രണ്ടും സെന്റിമീറ്റർ ക്യൂബിൽ തന്നെയാണ് യൂണിറ്റ് തന്നിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ കംപ്രഷൻ റേഷ്യോ ഈസ് ഈക്വൽ ടു ക്ലിയറൻസ് വോളിയം 100 ആണ് പ്ലസ് സെപ്റ്റ് വോളിയം 800 ആണ് ഡിവൈഡഡ് ബൈ എന്താണ്? 100, വിച്ച് ഇസ് ഈക്വൽ ടു 900 by 100, അതായത് 9 എന്ന് നമുക്ക് കിട്ടും. അല്ലെ? അതായത് കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 9:1. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു സൊല്യൂഷനിലേക്ക് വരാൻ പറ്റും. നമുക്ക് ഈ ഒരു ബേസിക് ഇക്വേഷൻ അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കംപ്രഷൻ റേഷ്യോ ഇസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ടോട്ടൽ സിലിണ്ടർ വോളിയം ടു ക്ലിയറൻസ് വോളിയം. ഓക്കെ അല്ലെ? ക്ലിയർ അല്ലെ? ഇനി ഇവിടെ നിങ്ങൾ ഒരു ആഡഡ് പോയിന്റ് കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ നമ്മൾ മറ്റൊരു റേഷ്യോ കൂടെ പഠിക്കുന്നുണ്ട്. അതാണ് ക്ലിയറൻസ് റേഷ്യോ. നോട്ട് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണത്. ക്ലിയറൻസ് റേഷ്യോ ഇത് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ സി ആണ്. ക്ലിയറൻസ് റേഷ്യോ. അപ്പൊ എന്താണ് ക്ലിയറൻസ് റേഷ്യോ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ക്ലിയറൻസ് വോളിയം ടു സെപ്റ്റ് വോളിയം. ആണോ? ക്ലിയറൻസ് വോളിയവും സെപ്റ്റ് വോളിയവും തമ്മിലുള്ള റേഷ്യോയെ നമ്മൾ പറയുന്ന പേരാണ് ക്ലിയറൻസ് റേഷ്യോ. തിരിഞ്ഞു പോകാതിരിക്കാൻ നിങ്ങൾ ആലോചിച്ചാൽ നമ്മൾ എന്തിന്റെ ഡെഫിനിഷനാണ് പഠിക്കുന്നത്? ക്ലിയറൻസ് റേഷ്യോയുടെ ഡെഫിനിഷൻ ആണ്. അപ്പോൾ ന്യൂമറേറ്റർ ഏത് വോളിയം തന്നെ എഴുതുക? ക്ലിയറൻസ് വോളിയം. ക്ലിയറൻസ് റേഷ്യോ ഈസ് ഈക്വൽ ടു ക്ലിയറൻസ് വോളിയം ബൈ സെറ്റ് വോളിയം. നമുക്ക് സിലിണ്ടറിനകത്ത് രണ്ട് വോളിയങ്ങളാണ് ഉള്ളത്, ക്ലിയറൻസ് വോളിയവും സെറ്റ് വോളിയവും. അപ്പൊ ക്ലിയറൻസ് റേഷ്യോ പറയുമ്പോൾ നമ്മൾ ന്യൂമറേറ്റർ ഏത് വോളിയം തന്നെ എഴുതുക? ക്ലിയറൻസ് വോളിയം തന്നെ എഴുതുക. സോ ക്ലിയറൻസ് വോളിയം ബൈ സെറ്റ് വോളിയം, അതിനെയാണ് നമ്മൾ ക്ലിയറൻസ് റേഷ്യോ എന്ന് പറയുന്നത്.
നമ്മുടെ കംപ്രഷൻ റേഷ്യോ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ എന്താ എഴുതിയേ? ക്ലിയറൻസ് വോളിയം പ്ലസ് സെറ്റ് വോളിയം ബൈ ക്ലിയറൻസ് വോളിയം അല്ലേ? ഞാൻ ഇതിനെ ഒന്നും കൂടെ എഴുതുന്നു, 1 പ്ലസ് സെറ്റ് വോളിയം ബൈ ക്ലിയറൻസ് വോളിയം എഴുതുന്നു. ഓക്കെയാണോ? ഞാൻ ഈ ക്ലിയറൻസ് വോളിയം സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. വി സി ബൈ വി സി 1 ആണ്, പ്ലസ് വി എസ് ബൈ വി സി. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ, ഈ വി എസ് ബൈ വി സി എന്താ? ഈ വി എസ് ബൈ വി സി എന്ന് പറയുന്ന ടേം എന്താണ്? ഈ വി എസ് ബൈ വി സി, വി സി ബൈ വി എസ് ക്ലിയറൻസ് വോളിയം ബൈ സെറ്റ് വോളിയം ആണ് എന്ത്? ക്ലിയറൻസ് റേഷ്യോ. അപ്പോൾ വി എസ് ബൈ വി സി സെറ്റ് വോളിയം ബൈ ക്ലിയറൻസ് വോളിയം അതെന്താണ്? ക്ലിയറൻസ് റേഷ്യോയുടെ റെസിപ്രോക്കൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്കിതിനെ 1 പ്ലസ് 1 ബൈ ക്ലിയറൻസ് റേഷ്യോ എന്ന് പറയാം. അപ്പോൾ നമുക്ക് കംപ്രഷൻ റേഷ്യോയ്ക്ക് മറ്റൊരു ഇക്വേഷൻ കിട്ടി. കംപ്രഷൻ റേഷ്യോ ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1 ബൈ ക്ലിയറൻസ് റേഷ്യോ കേട്ടോ. അപ്പൊ നമ്മുടെ ചോദ്യത്തില് ക്ലിയറൻസ് റേഷ്യോ തന്നിട്ട് കംപ്രഷൻ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞാൽ നമ്മൾ ഒരു കൺഫ്യൂഷനിലോട്ട് പോകേണ്ട. അവിടുന്ന് ക്ലിയറൻസ് വോളിയമോ സെറ്റ് വോളിയമോ ഒന്നും കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ബുദ്ധിമുട്ടണ്ട. ക്ലിയറൻസ് റേഷ്യോയും കംപ്രഷൻ റേഷ്യോയും തമ്മിൽ നമ്മളൊരു ബ്യൂട്ടിഫുൾ റിലേഷൻ നമ്മൾ മേക്ക് ചെയ്ത് കഴിഞ്ഞു. കംപ്രഷൻ റേഷ്യോ ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1 ബൈ ക്ലിയറൻസ് റേഷ്യോ. ക്വസ്റ്റ്യൻ ക്ലിയറൻസ് റേഷ്യോ തന്നാൽ കംപ്രഷൻ റേഷ്യോ കണ്ടുപിടിക്കാം, കംപ്രഷൻ റേഷ്യോ തന്നാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലിയറൻസ് റേഷ്യോയും കണ്ടുപിടിക്കാം. അപ്പൊ ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് ഈ ഒരു പോയിന്റ് കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക. കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് 1 പ്ലസ് 1 ബൈ ക്ലിയറൻസ് റേഷ്യോ ആണ്. ഇതിനെ ബേസ് ചെയ്ത് ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണ്, ക്ലിയർ ആണ്. ഇപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ഓക്കെ അല്ലേ? കംപ്രഷൻ റേഷ്യോയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. Question number 2 ഇതാണ്. The consumable electrode is used in option A carbon arc welding, option B submerged arc welding, option C TIG welding, option D MIG welding. ഇതിൽ ഏതിലാണ് കൺസ്യൂമബിൾ ഇലക്ട്രോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്? RRB JEE 2015 നടന്ന RRB ജൂനിയർ എഞ്ചിനീയർ ഷിഫ്റ്റ് 2 ചോദിച്ചൊരു ചോദ്യമാണ്. നമുക്കറിയാം നമ്മുടെ മാനുഫാക്ചറിംഗ് ടെക്നോളജിയിലെ വെൽഡിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മുടെ RRB ജൂനിയർ എഞ്ചിനീയർ സിലബസിൽ തന്നെ എടുത്തു പറയുന്ന ഒരു ടോപ്പിക്കാണ് വെൽഡിംഗ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ വെൽഡിംഗിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ വെൽഡിംഗ് പഠിക്കുന്ന ടൈമിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെൽഡിംഗ്, ഗ്യാസ് വെൽഡിംഗ് പഠിക്കുന്നുണ്ട്, ആർക്ക് വെൽഡിംഗ്, റെസിസ്റ്റൻസ് വെൽഡിംഗ് ഒക്കെ തന്നെ നമുക്ക് പഠിക്കണം. അവിടെ നമ്മൾ ആർക്ക് വെൽഡിംഗ് പഠിക്കുമ്പോൾ ഇലക്ട്രോഡിന്റെ ഡെസിഗ്നേഷനും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോഡ്സുകളൊക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയിട്ട് തന്നെ പഠിക്കുന്നതാണ് അല്ലെ. അപ്പൊ അതിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോഡുകൾ നമ്മൾ പറയുന്നതാണ് കൺസ്യൂമബിൾ ഇലക്ട്രോഡും അതേപോലെ തന്നെ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡും. അപ്പൊ പല വെൽഡിംഗിൽ നമ്മൾ ഏത് ടൈപ്പ് ഇലക്ട്രോഡുകളാണ് യൂസ് ചെയ്യുന്നത് എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുപാട് തവണ എക്സാമുകൾക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മളോട് ഈ രണ്ട് കൺസെപ്റ്റ് പഠിച്ചിരിക്കുക. കൺസ്യൂമബിൾ ഇലക്ട്രോഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന വെൽഡിംഗ് ആണ് മാനുവൽ മെറ്റൽ ആർക്ക് വെൽഡിംഗ് അല്ലെ, അതേപോലെ തന്നെ മിഗ് വെൽഡിംഗ്. ഈ രണ്ട് വെൽഡിംഗിൽ നമ്മൾ കൺസ്യൂമബിൾ ഇലക്ട്രോഡുകൾ ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡുകൾ യൂസ് ചെയ്യുന്നതാണ് ടിഗ് വെൽഡിംഗ് അല്ലെ, ടങ്സ്റ്റൺ ഇനർട്ട് ഗ്യാസ് വെൽഡിംഗ്, കാർബൺ ആർക്ക് വെൽഡിംഗ്, അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗ്, പ്ലാസ്മ ആർക്ക് വെൽഡിംഗ്. ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡുകളാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യം കൺസ്യൂമബിൾ ഇലക്ട്രോഡുകൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി മിഗ് വെൽഡിംഗ് ആണ് ആൻസർ അല്ലെ. മിഗ് വെൽഡിംഗിലാണ് നമ്മൾ കൺസ്യൂമബിൾ ഇലക്ട്രോഡുകൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആ വെൽഡിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ആ ഇലക്ട്രോഡുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വെൽഡിങ്ങിന് വേണ്ടി കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ പേര് കൺസ്യൂമബിൾ ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നത്. നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എന്ന് പറയുമ്പോൾ അതാ ജസ്റ്റ് ആ സർക്യൂട്ട് ക്ലോസ് ചെയ്യാനായിട്ട് മാത്രമായിട്ട് നമ്മൾ യൂസ് ചെയ്യുവാണ് അല്ലെ. അത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നില്ല ആ ഒരു വെൽഡിംഗ് പ്രോസസ്സിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ അത് നോൺ കൺസ്യൂമബിളിന്റെ കാറ്റഗറിയിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ എക്സാമ്പിൾസുകൾ മിക്ക എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണിത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ കൺസ്യൂമബിൾ ഇലക്ട്രോഡുകൾ ഏതൊക്കെ വെൽഡിങ്ങിലാണ്, നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡുകൾ ഏതൊക്കെ വെൽഡിങ്ങിലാണ് എന്നുള്ളതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് തന്നെ പഠിച്ചു പോകുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, അവിടെ തന്നെ നമ്മുടെ മിഷൻ ടൂളിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. RRB JEE ഭോപ്പാൽ ഷിഫ്റ്റ് 2 2015 തന്നെ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. ദ ഗിവൺ ഫിഗർ റെപ്രസെന്റ്സ് അപ്പ് മില്ലിംഗ്, ഡൗൺ മില്ലിംഗ്, ക്ലൈംബ് മില്ലിംഗ്, അതേപോലെ ആംഗുലാർ മില്ലിംഗ്. ഇതിൽ ഈ ഫിഗർ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ മില്ലിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ പ്രധാനമായിട്ടും പഠിക്കുന്ന രണ്ടെണ്ണമാണ് അപ്പ് മില്ലിംഗും അതേപോലെ തന്നെ ഡൗൺ മില്ലിംഗ് അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പ് മില്ലിംഗിൽ നമ്മൾ പറയുന്ന കൺസെപ്റ്റ് എന്താണ്? ഇവിടെ മില്ലിംഗ് കട്ടർ നമ്മൾ ഇവിടെ നോക്കേ, മില്ലിംഗ് കട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ നിങ്ങൾ കണ്ടോ? വർക്ക് പീസ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഉണ്ടോ? ഇവിടെ മില്ലിംഗ് കട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത്? വർക്ക് പീസ് മൂവ് ചെയ്യുന്നത്. അപ്പൊ മില്ലിംഗ് കട്ടറും വർക്ക് പീസും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ്മെന്റ് വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അപ്പ് മില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പ് മില്ലിംഗിലെ മില്ലിംഗ് കട്ടർ റൊട്ടേറ്റ്സ് ഇൻ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് മൂവ്മെന്റ് ഓഫ് വർക്ക് പീസ് അല്ലെ. രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അതാണ് അപ്പ് മില്ലിംഗ്. അപ്പ് മില്ലിംഗ് എന്ന് പറയുന്ന മറ്റൊരു പേരാണ് കൺവെൻഷണൽ മില്ലിംഗ്. നോട്ട് ചെയ്യാം. ചിലപ്പോൾ ഓപ്ഷൻ അപ്പ് മില്ലിംഗ് കാണില്ല. അപ്പ് മില്ലിംഗിന് പറയുന്ന മറ്റൊരു പേര്
കൺവെൻഷണൽ മില്ലിംഗ് എന്നാണ്. അതേപോലെ തന്നെ ഡൗൺ മില്ലിംഗ്, അതെന്താണ്? മില്ലിംഗ് കട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് വർക്ക് പീസിന്റെ മൂവ്മെന്റ് വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഡൗൺ മില്ലിംഗ് എന്ന് പറയുന്നത്. ഡൗൺ മില്ലിംഗ് എന്ന് പറയുന്ന മറ്റൊരു പേരുകളാണ് മോഡേൺ മില്ലിംഗ് എന്ന് പറയാറുണ്ട്. അതേപോലെ ക്ലൈംബ് മില്ലിംഗ് എന്നൊക്കെ പറയുന്നത് എന്തിനെ തന്നെയാണ്? ഡൗൺ മില്ലിങ്ങിനെ തന്നെയാണ്. അപ്പൊ അപ്പ് മില്ലിംഗിൽ മില്ലിംഗ് കട്ടറും വർക്ക് പീസും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് മൂവ്മെന്റ്. ഡൗൺ മില്ലിംഗിൽ മില്ലിംഗ് കട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെ മില്ലിംഗ് കട്ടർ റൊട്ടേറ്റ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ as that of the movement of workpiece. അതാണ് ഡൗൺ മില്ലിംഗ് അല്ലെങ്കിൽ മോഡേൺ മില്ലിംഗ് അല്ലെങ്കിൽ ക്ലൈംബ് മില്ലിംഗ് എന്നൊക്കെ പറയുന്ന പേരുകളിൽ അറിയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ക്ലാസ് സെഷൻസിൽ പഠിക്കുന്ന സമയത്ത് അപ്പ് മില്ലിംഗ് ഡൗൺ മില്ലിംഗ് തമ്മിൽ ഒരുപാട് ഡിഫറൻസുകൾ പറയുന്നുണ്ട്. അതിൽ അതിന്റെ മെയിൻ ഡിഫറൻസ് ആണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ഇത് കൂടാതെ തന്നെ ഒരു 4 to 5 ഡിഫറൻസ് നമ്മൾ അപ്പ് മില്ലിംഗും ഡൗൺ മില്ലിംഗും തമ്മിൽ പറയുന്നുണ്ട്. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിഫറൻസുകൾ ചോദ്യമായിട്ട് തന്നെ നമ്മുടെ മുന്നിലേക്ക് വരും. അപ്പൊ അത് പഠിക്കുന്ന ടൈമിൽ ആ ഡിഫറൻസുകൾ എല്ലാം തന്നെ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് തന്നെ പഠിച്ചു. ഓക്കെ ആണല്ലോ? ക്ലിയർ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നമ്മൾ RRB-JE 2015 തന്നെ ചോദിച്ച തേർഡ് ഷിഫ്റ്റിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതേപോലെ തന്നെ RRB-JE ജാർഖണ്ഡ് 2014 ഇതേ ചോദ്യം തന്നെ അവർ എന്ത് ചെയ്തു? ചോദിച്ചിരുന്നു. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നമുക്ക് തെർമോഡൈനാമിക്സിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ വന്നിരിക്കുന്നത്. An ideal gas at 27 degrees Celsius is heated at a constant pressure till its volume becomes 3 times. What would be the temperature of the gas? അപ്പോ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കോൺസ്റ്റന്റ് പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഗ്യാസിന് ഐഡിയൽ ഗ്യാസിനെ ഹീറ്റ് ചെയ്ത് അതിന്റെ വോളിയം എന്താക്കി? നമ്മൾ 3 ടൈംസ് ആക്കി. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ എത്രയാകും എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പൊ കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഇവിടെ ആ ഒരു പ്രോസസ്സ് സംഭവിച്ചിരിക്കുന്നത്. എന്താണ്? ദ തെർമോഡൈനാമിക് പ്രോസസ് ഇൻ വിച്ച് പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ്. ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഐസോബാറിക് പ്രോസസ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഐസോപീസ്റ്റിക് പ്രോസസ്സുകൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? തെർമോഡൈനാമിക് പ്രോസസ് ഇൻ വിച്ച് പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ് ഇസ് നോൺ ആസ് ഐസോബാറിക് ഓർ ഐസോപീസ്റ്റിക് പ്രോസസ്. ഓക്കെ, ഇനി നമുക്കറിയാം ഐസോബാറിക് അല്ലെങ്കിൽ ഐസോപീസ്റ്റിക് പ്രോസസ് ഗവേൺ ചെയ്യുന്ന ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ചാൾസ് ലോ ആണ് അല്ലെ? ചാൾസ് ലോ ആണ് നമ്മുടെ ഐസോബാറിക് അല്ലെങ്കിൽ ഐസോപീസ്റ്റിക് പ്രോസസ്സുകളൊക്കെ ഗവേൺ ചെയ്യുന്ന ലോ. ചാൾസ് ലോയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? Constant pressure, the volume of a given mass of a gas is directly proportional to absolute temperature അല്ലെ? കോൺസ്റ്റന്റ് പ്രഷറിന് ഒരു ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് ആ ഗ്യാസിന്റെ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെ തന്നെയാ പറയുന്നത്. വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്നാ പറയുന്നത്. അപ്പൊ എന്താ ഈ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് അവിടെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞത് എന്തുകൊണ്ടാ? ആ ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും കെൽവിനിൽ തന്നെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. ഇതിന്റെ ബേസ് ചെയ്തുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മൾ ടെമ്പറേച്ചർ കെൽവിനിലേക്ക് കൊടുക്കാവൂ. ഡിഗ്രി സെൽഷ്യസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. ആൻസർ തെറ്റാണ്. നമുക്ക് ഡിഗ്രി സെൽഷ്യസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന ആൻസർ നമ്മുടെ ഓപ്ഷനിൽ ഉറപ്പായിട്ടും കാണും. ഓക്കെ, ഇങ്ങനെ ഒരു ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ സെറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഉറപ്പായിട്ടും അവിടെ ഒരു ഓപ്ഷനിൽ കണ്ടിരിക്കും. അത് നമ്മളെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോകും. അത് ഇമ്പോർട്ടന്റ് ആണ്. പെർഫെക്റ്റ് ഗ്യാസ് ലോ, ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗേ-ലുസാക്ക് ലോയിലെ ഒക്കെ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഷുഡ് ബി ഇൻ കെൽവിൻ ആയിരിക്കണം എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ മൈൻഡിലോട്ട് വരണം. എന്നിട്ട് നമ്മൾ ആ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുക. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഡിഗ്രി സെൽഷ്യസിൽ ആയിരിക്കും ടെമ്പറേച്ചർ മോസ്റ്റ്ലി തരാറുള്ളത്. നമുക്ക് നെഗറ്റീവ് വരരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കോൺസ്റ്റന്റ് പ്രഷർ ആണ് ചാൻസ് അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എഴുതാം V1 ഡിവൈഡഡ് ബൈ T1 ഷുഡ് ബി ഈക്വൽ ടു എന്താണ്? V2 ഡിവൈഡഡ് ബൈ T2 അല്ലെ? V1 ബൈ T1 ഇസ് ഈക്വൽ ടു V2 ബൈ T2. നോക്കാം, ഒരു ഗ്യാസ് ഇനിഷ്യലി ഇരുന്ന ടെമ്പറേച്ചർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 27 ഡിഗ്രി സെൽഷ്യസ് എന്ന. അപ്പോൾ തന്നെ നമ്മൾ ഈ 27 കെൽവിനിലോട്ട് മാറ്റണം. 27 പ്ലസ് 273 എത്രയാണ്? 300 കെൽവിൻ. സോ ഇനിഷ്യൽ ടെമ്പറേച്ചർ 300 കെൽവിൻ കിട്ടി. കോൺസ്റ്റന്റ് പ്രഷറിൽ ഹീറ്റ് ചെയ്ത് ഇതിന്റെ വോളിയം എന്താക്കി? ഇനിഷ്യൽ വോളിയത്തിന്റെ 3 ടൈംസ് ആക്കി. അതായത് V2 ഫൈനൽ വോളിയം എന്ന് പറയുന്നത് 3 ടൈംസ് ഓഫ് ഇനിഷ്യൽ വോളിയം എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് T2 ഫൈനൽ ടെമ്പറേച്ചർ. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V1 ഡിവൈഡഡ് ബൈ T1 എത്രയാണ്? 300 is equal to V2. V2 ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നു. 3 ടൈംസ് V1 ആണ് ഡിവൈഡഡ് ബൈ T2 അല്ലെ? സോ V1 കട്ടായി. T2 is equal to 300 into 3 എത്ര കിട്ടും? 900. ഇനിയും നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് 900 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആൻസറിലേക്ക് എത്തിയിട്ടില്ല. മേ ബി നമ്മുടെ ഓപ്ഷനിൽ 900 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മേ ബി നമുക്ക് തരാം. അപ്പൊ നമ്മൾ ഇത്രയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഇക്വേഷൻ ഒക്കെ നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. എന്നിട്ടും നമ്മളെ ആൻസർ തെറ്റിക്കാനുള്ള സാധ്യത ഈ ക്വസ്റ്റ്യനിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണേ. 900 എന്ന് പറഞ്ഞ് നമുക്ക് ആൻസർ കിട്ടി. നമുക്ക് ഓപ്ഷനിൽ ഒരു 900 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെങ്കിൽ മോസ്റ്റ്ലി നമ്മൾ നേരെ അതൊന്ന് പിക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ നമുക്ക് 900 കിട്ടിയിരിക്കുന്ന യൂണിറ്റ് ശ്രദ്ധിക്കുക.
കെൽവിനിലാണ്. കാരണം ടെമ്പറേച്ചർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് കെൽവിനിലാണ്. സോ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുന്നത് എന്തിൽ തന്നെയാണ്? കെൽവിനിൽ തന്നെയാണ്. പക്ഷെ നമ്മുടെ ഓപ്ഷനുകളിലെല്ലാം എന്തിലാ തന്നിരിക്കുന്നത്? ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ കെൽവിനിൽ നിന്ന് വീണ്ടും അതിനെ മാറ്റി ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റണം അല്ലെ? സോ 900 മൈനസ് എന്ത് ചെയ്യണം? 273. അതായത് നമുക്ക് 627 ഡിഗ്രി സെൽഷ്യസ് ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 627 ഡിഗ്രി സെൽഷ്യസ്. കണ്ടോ, ഈ ഒരു ക്വസ്റ്റ്യന്റെ ഇമ്പോർട്ടൻ നമുക്ക് പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ആ യൂണിറ്റുകളുടെ കേസിൽ കെൽവിൻ ഡിഗ്രി സെൽഷ്യസിന്റെ മിസ്സിംഗിൽ നമുക്ക് നെഗറ്റീവിലോട്ട് പോകാൻ പോസിബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കെയർ ചെയ്ത് തന്നെ ചെയ്യുക. കാരണം നമ്മൾ എല്ലാ കാൽക്കുലേഷൻ ഒക്കെ ചെയ്ത് കറക്റ്റ് ആയിട്ട് വന്നാലും നമുക്ക് ആ ഫൈനൽ കിട്ടേണ്ട മാർക്ക് കിട്ടാതിരിക്കാനുള്ള സാധ്യതയോടുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പെർഫെക്റ്റ് ഗ്യാസ് ഫ്ലോസുമായി ബന്ധപ്പെട്ട് വരുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകൾ ശ്രദ്ധയോടെ തന്നെ എന്ത് ചെയ്യുക. ഓക്കെ അല്ലെ? ക്ലിയർ ആണോ ഇത്? സോ റൈറ്റ് ആൻസർ എത്രയാണ്? 627 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേപോലെ തന്നെ 900 കെൽവിനും ആൻസർ ആണ്. അപ്പൊ മേ ബി ഇത് രണ്ടും ഓപ്ഷനിൽ വരാം. അങ്ങനെയാണെങ്കിൽ ബോത്ത് എന്നുള്ള രീതിയിലുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് RRBJയുടെ 2 വർഷം 2014 15 ഇതേ ചോദ്യം എന്ത് ചെയ്തു? അവര് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഒരു 4 ചോദ്യത്തോളം നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രീവിയസ് ഇയർ RRB എക്സാമുകൾക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ കണ്ടത്. RRBJ എക്സാമിന്റെ പ്രിപ്പറേഷൻ ഭാഗമായി RRBJ കോഴ്സുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത സെഷനിൽ മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസുകളുമായി നമ്മൾ വീണ്ടും വരും. താങ്ക് യു. ടേക്ക് കെയർ.